വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിലായി നമ്മൾ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്, ടെക്നിക്സ്, എലമെൻറ്റ്സ് ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ മോഡേൺ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ജനറൽ മാനേജ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹെൻറി ഫെയോളാണ് മാനേജ്മെൻറ്റിൻ്റെ 14 തത്വങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഹെൻറി ഫെയോൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള മാനേജ്മെൻറ്റിലേക്ക് ഹെൻറി ഫെയോളുടെ സംഭാവനയായിട്ടുള്ള 14 പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് നമ്മൾ വിശദമായിട്ട് പരിശോധിക്കുന്നത്. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, subordination of individual interest to general interest, remuneration of personnel, centralization and decentralization, scalar chain, order, equity, stability of tenure of personnel, initiative and esprit de corps or unionist strength. So ഇത്രയാണ് മാനേജ്മെൻറ്റിൻ്റെ 14 പ്രിൻസിപ്പിൾസ് എന്നറിയപ്പെടുന്നത്. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക് അല്ലെങ്കിൽ തൊഴിൽ വിഭജനം എന്നറിയപ്പെടുന്നത്. ഓർഗനൈസേഷനിലെ ഓരോ തൊഴിലാളികളെയും സ്പെഷ്യലൈസ്ഡ് ആക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഓർഗനൈസേഷനിലെ മൊത്തം തൊഴിലിനെ വിവിധങ്ങളായിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളാക്കി ഡിവൈഡ് ചെയ്യണമെന്ന് പറയുന്ന, വിഭജിച്ച് കൊടുക്കണമെന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. So dividing the work into small tasks and assigning each of them in competent persons. കൃത്യമായിട്ട് ജോലിയെ വിഭജിച്ച് നൽകുകയും ക്യാപ്പബിൾ ആയിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയ നടത്തിക്കൊണ്ടുവരണമെന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ഡിവിഷൻ ഓഫ് വർക്ക്. സോ അക്കോർഡിംഗ് ടു ദെയർ എബിലിറ്റി ആൻഡ് ക്വാളിഫിക്കേഷൻ, ഓരോ ജോലിക്കും കൃത്യമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ, എബിലിറ്റി, കഴിവുള്ള ആളുകളെ അതാത് ജോലി ഭാഗങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രക്രിയയാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ്. ഓർഗനൈസേഷനിലെ ഓരോ തൊഴിലാളികളുടെയും കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നമുക്ക് ഈ ഡിവിഷൻ ഓഫ് വർക്ക് സഹായിക്കും. സോ ഇൻക്രീസസ് ദി എഫിഷ്യൻസി ഓഫ് എംപ്ലോയീസ് ആൻഡ് ഗെറ്റ് സ്പെഷ്യലൈസേഷൻ ഓൺ വർക്ക്. ഓരോ തൊഴിലാളികളുടെയും ജോലിയിൽ സ്പെഷ്യലൈസേഷൻ കൊണ്ടുവരാൻ ഡിവിഷൻ ഓഫ് വർക്ക് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത, മേക്സ് ഈച്ച് ടാസ്ക് സിംപ്ലർ ആൻഡ് ഈസിയർ ടു പെർഫോം. ടാസ്കുകൾ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പെർഫോം ചെയ്യാൻ, വളരെ എളുപ്പത്തിൽ പെർഫോം ചെയ്യാനും സിമ്പിൾ ടാസ്ക് ആയിട്ട് അത് കൈകാര്യം ചെയ്യാനും കംപ്ലീറ്റ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഡിവിഷൻ ഓഫ് വർക്ക് എന്നുള്ളത്. അനദർ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഡിവിഷൻ ഓഫ് വർക്ക് ഈസ് സ്പീഡ് ആൻഡ് പെർഫെക്ഷൻ. ഓരോ എംപ്ലോയീസും അവരവരുടെ ജോലിയിൽ കൃത്യമായിട്ടുള്ള സ്പീഡ് കണ്ടെത്താൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡിവിഷൻ ഓഫ് വർക്ക്. അതുപോലെ മറ്റൊരു കാര്യം, ഹെൽപ്സ് ടു അവോയ്ഡ് വേസ്റ്റ് ഓഫ് ടൈം ബൈ ചേഞ്ചിങ് വൺ ടു അനദർ. നമ്മൾ കൃത്യമായിട്ട് ഓരോ ജോലിയും ഓരോ ആളുകളെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പോവേണ്ടി വരുന്ന അല്ലെങ്കിൽ അത്തരം ചേഞ്ചസ് വരുന്നതിനിടയിൽ ഉണ്ടാവുന്ന സമയനഷ്ടം നമുക്ക് ഉണ്ടാവില്ല. സോ വി ക്യാൻ വേസ്റ്റേജ് ഓഫ് ടൈം വിൽ ബി എലിമിനേറ്റഡ്. ഇതിലൂടെയൊക്കെ നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് എൻഷുവർ ദി എഫിഷ്യൻസി ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ, നമ്മുടെ ബിസിനസ്സിൻ്റെ മൊത്തത്തിലുള്ള കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഡിവിഷൻ. ജോലി ഭാഗങ്ങളെയും അതിൻ്റെ കഴിവും നൈപുണ്യവും മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള ആളുകളെ ഏൽപ്പിച്ചു കൊടുക്കുകയും അതുവഴി പെർഫെക്ഷൻ, സ്പീഡ്, ആക്യുറസി ഒക്കെ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ഡിവിഷൻ ഓഫ് വർക്ക്. ദെൻ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ്, പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. പാരിറ്റി മീൻസ് എ ബാലൻസ് ഓർ ഈക്വാലിറ്റി. സോ മെയിൻറ്റെയിനിങ് ബാലൻസ് ബിറ്റ്വീൻ അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. കൃത്യമായിട്ടുള്ള ബാലൻസ്, അതോറിറ്റിക്കും റെസ്പോൺസിബിലിറ്റിക്കും ഇടയിൽ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. സോ അതോറിറ്റി ഈസ് ദ റൈറ്റ് ടു ഗീവ് ഓർഡേഴ്സ് ആൻഡ് പവേഴ്സ് ടു എക്സാക്ട് ഒബീഡിയൻസ്. സോ അതോറിറ്റി മീൻസ് is a right to give orders. നമ്മൾ മറ്റുള്ളവരോട് കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള ഓർഡർ കൊടുക്കാനുള്ള അവകാശത്തിനെയാണ്, റൈറ്റിനെയാണ് നമ്മൾ അതോറിറ്റി എന്ന് പറയുക. അറ്റ് ദ സെയിം ടൈം റെസ്പോൺസിബിലിറ്റി മീൻസ് ദി ഒബ്ലിഗേഷൻ ടു പെർഫോം ദ വർക്ക് ഡയറക്റ്റഡ് ബൈ ദി അതോറിറ്റി. ഹയർ അതോറിറ്റി ആരാണോ, നമ്മളുടെ മേലധികാരി ആരാണോ, അവർ തന്നിട്ടുള്ള ഓർഡർ പ്രകാരം കൃത്യമായിട്ടുള്ള ജോലി ചെയ്ത് തീർക്കേണ്ട ആ ഒബ്ലിഗേഷനെയാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അതോറിറ്റി ഈസ് ഗ്രാൻറ്റഡ് ടു വൺ, ഹി ഷുഡ് ഓൾസോ ബി മെയ്ഡ് റെസ്പോൺസിബിൾ. എവിടെയാണോ നമ്മൾ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ നമ്മൾ കൃത്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടി നമുക്ക് കാണിക്കാൻ കഴിയണം. സോ അതോറിറ്റി ഈസ് ഗ്രാൻറ്റഡ് ഷുഡ് ബി മെയ്ഡ് റെസ്പോൺസിബിൾ. ആ അതോറിറ്റിക്കുള്ള തീർച്ചയായിട്ടും അതിന് ആനുപാതികമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി കൂടി, ആ ഒരു ജോലി ചെയ്ത് തീർക്കാനുള്ള റെസ്പോൺസിബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്
പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി പറയുന്നത്. എനിബഡി ഈസ് മെയ്ഡ് റെസ്പോൺസിബിൾ ഫോർ എ ടാസ്ക് ഹി ഷുഡ് ബി ഗിവൺ സഫിഷ്യൻറ്റ് അതോറിറ്റി ഓൾസോ. ഒരു ജോലി ചെയ്തു തീർക്കാൻ ആരാണോ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള വ്യക്തി, ആ വ്യക്തിക്ക് റെസ്പോൺസിബിലിറ്റി നമ്മൾ കാണിക്കുമ്പോൾ, ആ റെസ്പോൺസിബിലിറ്റി അയാളിൽ നമ്മൾ കൊടുക്കുമ്പോൾ അത് ചെയ്തു തീർക്കാൻ ആവശ്യമായിട്ടുള്ള അവകാശങ്ങൾ കൂടി, റൈറ്റ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനാവശ്യമായിട്ടുള്ള റൈറ്റ്സ് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, പാരിറ്റി ഓഫ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ഡിസിപ്ലിൻ. ഓർഗനൈസേഷനിൽ മൊത്തത്തിൽ കൃത്യമായിട്ടുള്ള അച്ചടക്കം ഉണ്ടായിരിക്കണം എന്ന് പ്രതിപാദിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. സോ റെസ്പെക്റ്റ് ആൻഡ് ഒബീഡിയൻസ് ഓഫ് സുപ്പീരിയേഴ്സ് നെസസറി ഫോർ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷൻ്റെ നല്ലതായിട്ടുള്ള മുന്നോട്ട് പോക്കിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഇത്തരം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എസ്റ്റാബ്ലിഷ്ഡ് റൂൾസിനെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഒബേ ചെയ്യുക, റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളത്. ഡിസിപ്ലിൻ എന്നുള്ളത് വർക്കേഴ്സിന് മാത്രമുള്ള കാര്യമല്ല, മാനേജ്മെൻറ്റിലും മാനേജേഴ്സിനും കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് ഡിസിപ്ലിൻ എന്നുള്ളത്. സോ ഡിസിപ്ലിൻ ഈസ് ദി ഒബീഡിയൻസ് ഓർ റെസ്പെക്റ്റ് ഓർ ഒബ്സർവൻസ് ഓഫ് ദി എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ട ഓർഗനൈസേഷനിലെ എല്ലാ നിയമങ്ങളും അനുസരിക്കുക, ഒബേ ചെയ്യുക എന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെയാണ് ഡിസിപ്ലിൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് യൂണിറ്റി ഓഫ് കമാൻഡ്. An individual employee should receive orders and instruction from one and only one superior at a time. ഒരാളിൽ നിന്ന് മാത്രമേ എംപ്ലോയീസ് ഓർഡേഴ്സ് റിസീവ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് കമാൻഡ്. ഇഫ് ദർ ഈസ് മോർ ദാൻ വൺ സുപ്പീരിയർ, സബോർഡിനേറ്റ് വിൽ ബി കൺഫ്യൂസ്ഡ്. ഒന്നിലധികം സുപ്പീരിയേഴ്സ്, ഒന്നിലധികം അതോറിറ്റി നമ്മൾക്ക് മുകളിൽ ഉണ്ടെങ്കിൽ, ഒന്നിലധികം ആളുകൾ നമ്മോട് ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ നമ്മോട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു തീർക്കേണ്ടത്, ആരോടാണ് നമ്മൾ റെസ്പോൺസിബിൾ ആവേണ്ടത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായിട്ടും എംപ്ലോയി കൺഫ്യൂസ്ഡ് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഒരു സുപ്പീരിയറിൽ നിന്ന് മാത്രമാണ് നമ്മൾ ഓർഡേഴ്സ് റിസീവ് ചെയ്യുന്നുള്ളതെങ്കിൽ ദർ ഇസ് നോ കൺഫ്യൂഷൻ, ഫിക്സസ് ദ റെസ്പോൺസിബിലിറ്റി ഈസിലി ആൻഡ് ദർ ഇസ് നോ ഈഗോ ക്ലാഷ് എമംഗ് ദ സുപ്പീരിയേഴ്സ്. അവിടെ നമുക്ക് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവില്ല, അതോടൊപ്പം നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത് ഫിക്സഡ് ആയിരിക്കും. ദർ ഇസ് നോ കൺഫ്യൂഷൻ, അവിടെ യാതൊരുവിധ ആലോചനകൾക്കും ഇടയില്ലാതെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ ദ യൂണിറ്റി ഓഫ് കമാൻഡ് പ്രിൻസിപ്പിൾ നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ. Then the fifth principle is about unity of direction. Each group of activities having the same objective must have one head and one plan. ഓർഗനൈസേഷനിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ബട്ട് പല ഡിപ്പാർട്ട്മെൻറ്റിലൂടെ ആണെങ്കിൽ പോലും ഒരു ഒബ്ജക്റ്റീവിലേക്കാണ് നമ്മുടെ എല്ലാ ലക്ഷ്യങ്ങളെയും എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. Efforts of all members of organization should be directed towards a common goal, benefited to the unity of action and coordination. ഇത്തരമൊരു വൺ ഹെഡ് വൺ പ്ലാൻ നമ്മൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്ക് യൂണിറ്റി ഓഫ് ആക്ഷനിലേക്ക്, കോഓർഡിനേഷനിലേക്ക്, നമ്മുടെ ഒരു കോഓപ്പറേഷൻ, പരസ്പര ധാരണയോടുകൂടി വർക്ക് ചെയ്യുകയും അതുവഴി നമ്മുടെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു എന്നാണ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ പറയുന്നത്. സോ ദിസ് ഇസ് ദ പ്രിൻസിപ്പിൾ ഓഫ് യൂണിറ്റി ഓഫ് ഡയറക്ഷൻ. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ അടുത്ത പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. നമ്മളുടെ പൊതുവായ ലക്ഷ്യത്തിനാണ് നമ്മൾ കൂടുതൽ പ്രയോറിറ്റി, ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. സോ ജനറൽ ഇൻട്രസ്റ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സെൽഫ് ഇൻട്രസ്റ്റ്. എംപ്ലോയീസിൻ്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ജനറൽ ഇൻട്രസ്റ്റ്, ദാറ്റ് ഈസ് കോമൺ ഇൻട്രസ്റ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. So interest of an organization should take priority over the interest of any one individual employee. ഓരോ വ്യക്തിഗത എംപ്ലോയീസിൻ്റെ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ പ്രയോറിറ്റി നമ്മൾ ആർക്ക് കൊടുക്കണം? ഓർഗനൈസേഷൻ്റെ കോമൺ ഒബ്ജക്റ്റീവിന്, കോമൺ ഇൻട്രസ്റ്റിന് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ദിസ് പ്രിൻസിപ്പിൾ ബെനിഫിറ്റഡ് ടു ദ അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷൻ. നമ്മൾ ഓർഗനൈസേഷനിൽ കൃത്യമായിട്ടുള്ള നേട്ടങ്ങൾ നമുക്ക് ലഭ്യമാവണമെങ്കിൽ കൃത്യമായിട്ടുള്ള കോമൺ ഇൻട്രസ്റ്റിലേക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ മാത്രമേ അത് നടക്കൂ. അതുകൊണ്ട് ജനറൽ ഇൻട്രസ്റ്റിനാണ് കൂടുതൽ മുൻഗണന കൊടുക്കേണ്ടത് എന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് ആറാമത്തെ പ്രിൻസിപ്പിൾ. 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിൽ അടുത്ത ഒരു പ്രിൻസിപ്പിളാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. വാട്ട് ഈസ് റെമ്യൂണറേഷൻ? ഓവറോൾ പേ ആൻഡ് കോമ്പൻസേഷൻ ഷുഡ് ബി ഫെയർ ഫോർ ബോത്ത് എംപ്ലോയീസ് ആൻഡ് ഓർഗനൈസേഷൻ. നമ്മുടെ കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ, വേജസ് എന്നുള്ളത് ഫെയർ ആയിരിക്കണം. എംപ്ലോയീസിന് മാത്രമല്ല, മാനേജ്മെൻറ്റിനും ഓർഗനൈസേഷനും ഫെയർ ആയിട്ടുള്ള വേതനമായിരിക്കണം കൊടുക്കേണ്ടത്.
ഒരു എംപ്ലോയിക്ക് നമ്മൾ കോമ്പൻസേഷൻ ഫിക്സ് ചെയ്യുമ്പോൾ അത് ഫെയർ ആൻഡ് റീസണബിൾ ആയിരിക്കണം. കൃത്യമായിട്ടും അയാൾ ചെയ്യുന്ന ജോബിന് അനുസരിച്ചിട്ടുള്ള വേതനമായിരിക്കണം, കൂലി ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. സോ ഫെയർ റിവാർഡ് ഡിറ്റർമിൻ ഓൺ ദി ബേസിസ് ഓഫ് വർക്ക് അസൈൻഡ്, കോസ്റ്റ് ഓഫ് ലിവിങ്, ഡിമാൻഡ് ഓഫ് ലേബർ, ആവറേജ് വേജ് റേറ്റ് ഓഫ് സിമിലർ വർക്ക്. നമ്മൾ ഒരു എംപ്ലോയിക്ക് വേജസ് നിശ്ചയിക്കുമ്പോൾ പല ഫാക്ടേഴ്സിനെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഒരു എംപ്ലോയിയുടെ വേജ് ഫെയർ ആണോ എന്ന് പറയുന്നത്. അതിന് പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. ഒന്നാമത്തത് ദ വർക്ക് അസൈൻഡ്, അയാൾ കൊടുത്തിട്ടുള്ള ജോലി, ആ ജോലിയുടെ കാഠിന്യം അനുസരിച്ചിട്ടായിരിക്കണം അയാളുടെ കൂലി നമ്മൾ നിശ്ചയിക്കേണ്ടത്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് ലിവിങ്, അയാളുടെ ജീവിത നിലവാരം, കോസ്റ്റ് ഓഫ് ലിവിങ്, അതിനാവശ്യമായിട്ടുള്ള ചിലവുകൾ അത് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഡിമാൻഡ് ഓഫ് ലേബർ, അയാളുടെ ജോലിയുടെ പ്രത്യേകത. മറ്റു ഇൻഡസ്ട്രികളിലൊക്കെ ഇത്തരം ജോബിന് കൊടുക്കുന്ന ഒരു ആവറേജ് റേറ്റ്, ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ ഒരു എംപ്ലോയിയുടെ വേജ് ഫെയർ ആണോ റീസണബിൾ ആണോ എന്ന് നിശ്ചയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു എംപ്ലോയിക്ക് കൃത്യമായിട്ടുള്ള അയാൾ ചെയ്യുന്ന ജോലിക്ക് അനുസൃതമായിട്ടുള്ള ഫെയർ വേജസ്, ഓവറോൾ പേയ്മെൻറ്റ് കൊടുക്കണമെന്ന് പറയുന്ന പ്രിൻസിപ്പിളിനെയാണ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ് എന്നുള്ള പ്രിൻസിപ്പിൾ കൊണ്ട് ഹെൻറി ഫെയർ ഉദ്ദേശിക്കുന്നത്. സോ ദാറ്റ് ഈസ് റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. ദെൻ അനദർ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് മാനേജ്മെൻറ്റ് ഈസ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. ഈ ഒരു പ്രിൻസിപ്പിൾ പറയുന്നത് ദർ ഇസ് എ ബാലൻസ് ബിറ്റ്വീൻ സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിൽ കൃത്യമായിട്ടുള്ള ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറയുന്ന പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സോ സെൻട്രലൈസേഷൻ ഈസ് കോൺസെൻട്രേഷൻ ഓഫ് അതോറിറ്റി ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫ്യൂ. കുറച്ച് ആളുകളുടെ കൈകളിൽ മാത്രം അധികാരങ്ങൾ തങ്ങി നിൽക്കുന്ന, അവർ മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് സെൻട്രലൈസേഷൻ അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അതേസമയം ഡീസെൻട്രലൈസേഷൻ വിച്ച് ഗോസ് ടു ഇൻക്രീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സബോർഡിനേറ്റ് റോൾ. സബോർഡിനേറ്റ്, നമ്മുടെ താഴെയുള്ള ആൾക്കാരുടെ റോള് വർദ്ധിപ്പിക്കുകയും അവർക്ക് കൂടി എല്ലാ കാര്യങ്ങളും അധികാരങ്ങളും വിട്ടു നൽകുകയും അല്ലെങ്കിൽ അവരെ കൂടി കൂടുതൽ ഇമ്പോർട്ടൻസോട് കൂടി കാണുന്ന ഒരു സിസ്റ്റമാണ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ റെഡ്യൂസ് ദ ബേർഡൻ ഓഫ് ടോപ്പ് എക്സിക്യൂട്ടീവ്. നമുക്ക് ഡീസെൻട്രലൈസേഷൻ ഇത് നമുക്ക് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും സെൻട്രലൈസേഷൻ മാത്രമല്ല നമുക്കുള്ളത്, ഡീസെൻട്രലൈസേഷനും കൂടി ഉണ്ട്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, ടോപ്പ് എക്സിക്യൂട്ടീവ്സിൻ്റെ ബേർഡൻ നമുക്ക്, അവരുടെ വർക്ക് ലോഡ് നമുക്ക് പരമാവധി കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ അവർ മാത്രമല്ല എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യേണ്ടത്, പറ്റുന്ന മേഖലകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡീസെൻട്രലൈസേഷൻ കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ബെനിഫിറ്റഡ് ടു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. നമുക്ക് ഓർഗനൈസേഷനിൽ പെട്ടെന്ന് തീരുമാനം എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹെൻറി ഫെയേഴ്സ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബാക്കി ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.